എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ഹോം ടൂർ വീഡിയോ ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ വീട് കേട്ടോ, വാടക വീടാണേ. അപ്പോൾ ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് വശം. അപ്പോൾ നമ്മുടെ വീടിൻ്റെ വാതിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ പീലിമോളുടെ സ്ഥിരം പരിപാടിയാണ് കേട്ടോ, ഇവിടെ വന്ന് ചെത്തിപ്പൂ പറിക്കുക എന്നുള്ളത്, ചെത്തിപ്പൂ പറിക്കുകയും മണ്ണിൽ കളിക്കുക എന്നുള്ളത്. ഇന്നും അതുപോലെ തന്നെ എൻ്റെ കണ്ണ് പൊട്ടിച്ച് അവൾ പുറത്തേക്ക് ചാടി വന്നു. അപ്പോൾ വീടിൻ്റെ വാതിൽ തുറക്കാൻ പോവാട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഹോള്. വന്ന് കയറുമ്പോൾ തന്നെ ഫ്രണ്ടിലായിട്ട് അടയ്ക്കാൻ തുറക്കാൻ പറ്റുന്ന ഒരു പൂജാമുറി ഉണ്ട്. അപ്പോൾ സന്ധ്യാസമയം ആയതുകൊണ്ട് ഇപ്പോൾ ഞാൻ വിളക്ക് ഇവിടെ കത്തിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഇവിടെ ആയിട്ട് ജനലുണ്ട്, 2 കസേര വെച്ചിട്ടുണ്ട്. പിന്നെ ഹാളിൻ്റെ മുകൾ ഭാഗത്ത് ഒരു കഥകളിയുടെ വാൾ ഡെക്കറും വെച്ചിട്ടുണ്ട്, ഒരു ക്ലോക്കും ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ തുണികളൊക്കെ അലക്കി ഉണക്കാൻ പറ്റിയ സ്റ്റാൻഡാണ്. അപ്പോൾ നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് അവിടെയാണ് വെച്ചേക്കണത്. അപ്പോൾ ഫ്രണ്ടിൽ 2 സീലിംഗ് ഫാൻ ഉണ്ട് കേട്ടോ. പിന്നെ അപ്പോൾ നമ്മുടെ കുഞ്ഞാറ്റ അതേ ഈ വിളക്കിൻ്റെ അവിടെ കിടന്ന് കളിക്കുന്നുണ്ട്. അവളും പീരിമോളും എപ്പോഴും അവിടെ നിന്ന് കളിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ തുണി വെക്കണ സ്റ്റാൻഡിൻ്റെ അപ്പുറത്തായിട്ടൊരു പഴയ തയ്യൽ മെഷീൻ ഉണ്ട് കേട്ടോ. അമ്മ ഇടയ്ക്കൊക്കെ ചെറുതായിട്ട് തയ്ക്കും, ചുരിദാറൊക്കെ തയ്ക്കും. അപ്പോൾ അതിനു വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഈ കോർണറിലായിട്ട് ഒരു വാഷ് ബേസിൻ ഉണ്ട്. അതിൻ്റെ മതിലിലായിട്ട് തന്നെ ഒരു മിററും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ പേസ്റ്റും അങ്ങനെയുള്ള സോപ്പും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അത് മുകളിൽ ഒരു വാൾ ഡെക്കർ കൂടിയുണ്ട്. അപ്പുറത്തെ സൈഡിൽ വേറൊരു വാൾ ഡെക്കറും ഉണ്ട് കേട്ടോ. അപ്പം എൻ്റെ ബ്രദറാണ് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. അപ്പോൾ അതാ ഇവിടെ നമ്മുടെ പഴയൊരു ഡൈനിങ് ടേബിളിൽ പേരിന് വെച്ചേക്കണുണ്ട്, ഞങ്ങൾ യൂസ് ചെയ്യാറൊന്നുമില്ല. പിന്നെ അതാ വന്ന് കയറുമ്പോൾ തന്നെ ഒരു മുറിയാണ്. ഇവിടെ നമ്മുടെ അമ്മയും കുഞ്ഞാറ്റയും എൻ്റെ ബ്രദറും കൂടി കിടക്കണത്. ഇവിടെ പഴയ ഒരു അലമാരയുണ്ട്, ഒരു കട്ടിലുണ്ട്. കട്ടിൽ പക്ഷേ യൂസ് ചെയ്യാറില്ല കേട്ടോ, കാരണം കുഞ്ഞാറ്റ എപ്പോഴാണ് എണീക്കണേന്നൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് അമ്മയും ബ്രദറും കുഞ്ഞാറ്റയും കൂടി താഴെ പായ വിരിച്ചിട്ട് അവിടെയാണ് കിടക്കുന്നത്. ഇനി സൈഡിലായിട്ടൊരു വാൾ ഷെൽഫ് ഉണ്ട് കേട്ടോ. ഇവിടെ നമ്മുടെ പീലിമോളുടെ ഉടുപ്പൊക്കെയാണ് വെച്ചേക്കണത്. ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാം. ഇനി നേരെ കയറിയിടുന്നത് അടുത്ത ഒരു റൂമിലേക്കാണ് കേട്ടോ. ഇതാണ് റൂം, ഞങ്ങളുടെ ബെഡ്റൂമാണ് ഇത്. ഇവിടെ ഒരു കട്ടിലുണ്ട്. പിന്നെ വാളിലായിട്ട് 2 വാൾ ഡെക്കർ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഒരു ജനൽ, പിന്നെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. പിന്നെ ഇവിടെ ഒരു വാൾ ഷെൽഫും ഉണ്ട്. ഈ ഷെൽഫ് ഞങ്ങളങ്ങനെ യൂസ് ആക്കാറില്ല കേട്ടോ. ഇവിടെ ഒരു ടേബിൾ ഫാനും ഒരു സീലിംഗ് ഫാനും ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് റൂമിൻ്റെ പുറത്തേക്ക് കിടക്കാം. ഇനി അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ അടുക്കളയാണ് കേട്ടോ. അടുക്കളയിലേക്ക് കിടക്കാം. ഇതാണ് നമ്മുടെ അടുക്കള. അപ്പോൾ അതേ ഇവിടെ ആയിട്ട് നമ്മുടെ ചോറൊക്കെ എടുത്ത് വെക്കുന്ന ഒരു ഡൈനിങ് ടേബിൾ ഉണ്ട്, പഴയ ഡൈനിങ് ടേബിൾ ഉണ്ട്. പിന്നെ നമ്മുടെ ഷെൽഫ്, അതായത് നമ്മുടെ മുളക് പൊടി, മല്ലിപ്പൊടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയ പാത്രങ്ങളൊക്കെ ഇട്ട് വെക്കണ ഷെൽഫാണ് കേട്ടോ, അതുണ്ട്. പിന്നെ അവിടെ നമ്മുടെ അമ്മയുടെ ട്രൈപോഡ് ഉണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ പാത്രങ്ങളൊക്കെ എടുത്ത് വെക്കണ ഷെൽഫ് ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ അടുപ്പ്. പിന്നെ ഇത് നമ്മുടെ പാത്രങ്ങളൊക്കെ തേച്ച് കഴിഞ്ഞാൽ എടുത്തു വെക്കണ ഇതാണ് സ്റ്റാൻഡാണ്. പിന്നെ ഇവിടെ പൊക്കത്തായിട്ട് 3 ഷെൽഫുണ്ട്. നമ്മുടെ വാഷ് ബേസിൻ. അപ്പോൾ ഇവിടെ നമുക്ക് ഇതാണെങ്കിൽ നമ്മുടെ പഴയ പാത്രങ്ങളൊക്കെ ഇട്ട് വെച്ചേണ ഒരു പാത്രമാണ്. പിന്നെ ഇതാണെങ്കിൽ നമ്മുടെ അരി ഇട്ട് വെച്ചേണ പാത്രമാണ് കേട്ടോ. അപ്പം നമുക്കിവിടെ 2 കുറ്റിയുണ്ട് കേട്ടോ, 2 ഗ്യാസ് കുറ്റിയുണ്ട്. ഇവിടെ ഒരു പഴയ ഫ്രിഡ്ജ് ഇരിപ്പുണ്ട്. അത് മൊത്തത്തിൽ പോയി കിടക്കണം, ശരിയാക്കാൻ പറ്റില്ല എന്നാണ്. അപ്പോൾ കളയാനൊരു ബുദ്ധിമുട്ടുണ്ട്, അങ്ങനെ വെച്ചേക്കണേണ് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ പുറത്തേക്ക് കിടക്കാം. അടുക്കളക്ക് പുറത്തേക്ക് കിടക്കുമ്പോൾ നമുക്ക് ഇവിടെ വർക്ക് ഏരിയയാണ് കേട്ടോ. ഇവിടെ ഒരു പഴയൊരു ഫ്രിഡ്ജ് ഇരിപ്പുണ്ട്. അത് ഇവിടെ ഓണറിൻ്റെ കേട്ടോ, നമ്മുടെ അല്ല, നമ്മൾ വന്നപ്പോൾ തന്നെ ഇവിടെ ഉള്ളതാണ്. പിന്നെ ഇവിടെ അമ്മയുടെ
ഇവിടെ കുറേ ഒരു ഷെൽഫുണ്ട്, പാത്രങ്ങൾ വെക്കാനായിട്ടുള്ള ഷെൽഫുണ്ട്. പിന്നെ ഇത് അമ്മയുടെ ഒരു ഇതാട്ടോ, കൂൺ കൃഷിയൊക്കെ ചെയ്യണ സാധനങ്ങളാണ്. ഇവിടെ നമ്മുടെ വിറകടുപ്പൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളത് യൂസ് ചെയ്യാറില്ല, ഗ്യാസ് സ്റ്റവിൽ തന്നെയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് പുറത്തേക്ക് കിടക്കാം. പുറത്തേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് തൊട്ടിപ്പുറത്ത് തന്നെ ആയിട്ടൊരു ഇതുണ്ട് കേട്ടോ. ഇവിടെ നമ്മുടെ കുറച്ച് സാധനങ്ങൾ ഇരിപ്പുണ്ട്. പിന്നെ തുണി അലക്കിയൊക്കെ ഇവിടെയാണ് വിരിച്ചിടുന്നത്. ഇവിടെയും ഒരു ബാത്റൂമുണ്ട്. ഇനി നമുക്ക് പുറത്തേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പുറകുവശം. ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ 2 വാഷിംഗ് മെഷീൻ കാണാൻ പറ്റും. രണ്ടും കംപ്ലൈൻ്റ് ആയിട്ട് കിടക്കുകയായിരുന്നു. അപ്പോൾ ചോദിച്ചു നോക്കിയപ്പോൾ ഒരെണ്ണം നന്നാക്കാമെന്ന് പറഞ്ഞു. ഇത് എന്തായാലും നന്നാക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള മെഷീനാണ് നന്നാക്കാൻ പറ്റിയത്. ഇത് നന്നാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ പീലിമോളാണെങ്കിൽ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന ടൈമിൽ അമ്മ പീ എന്ന് പറഞ്ഞിട്ട് എൻ്റെ പുറകെ തന്നെ നടക്കുന്നത് കേട്ടോ. പിന്നെ ഇവിടെ നമ്മുടെ കുറച്ച് തുണികൾ വിരിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് കോവക്ക വള്ളികൾ പടർന്നിട്ടുണ്ട് കേട്ടോ. പടർന്നല്ല, ഓണർ നട്ടതാണ്. അപ്പോൾ പിന്നെ ഞങ്ങളുടെ വീട്ടിൽ കുറേ ചെടികളുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ട് പിന്നെ ഒരു ദിവസം കാണാം. അപ്പോൾ ഇത്രേ ഉള്ളൂ ഹോം ടൂർ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക്